ജോസ് തോമസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ലൊക്കേഷനിൽ ഇവർക്ക് ലഹരി ഉപയോഗിച്ചാൽ അവിടെ കിടന്ന് കോപ്രായം കാട്ടുകയോ ഷൂട്ടിങ്ങിന് വരാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ അവരെ പിടിക്കാം. അവർക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, സംവിധാനമുണ്ട്, ജാഗ്രതാ സമിതിയൊക്കെ ഉണ്ട്. പക്ഷേ പുറത്ത് വീട്ടിലിരുന്ന് ലഹരി ഉപയോഗിക്കുന്നു, അതിനുശേഷം അവർ വീട്ടിലെ പേഴ്സണലായി അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു തരത്തിലും ഈ കാര്യങ്ങളിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമില്ല, അല്ലെങ്കിൽ അതിനുള്ള അവകാശമില്ല, ഒരു സംഘടനയ്ക്കുമില്ല. സംശയമില്ലാത്ത കാര്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട കേസുകളൊക്കെ പിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമാ ടെക്നീഷ്യനോ കഴിഞ്ഞ കുറേ നാളുകളായി സിനിമാ താരമോ ലഹരി പാർട്ടികളിലൊക്കെ സ്ഥിരം സാന്നിധ്യമൊക്കെ ആയി ഉണ്ടാവും. പക്ഷേ ഇവരെ ഒന്നും തൊടാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് അല്പം മടിയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട പ്രയാഗ മാർട്ടിനും ആയി ബന്ധപ്പെട്ട കേസുണ്ടായി. അന്ന് ഒരു ലഹരി പാർട്ടിൽ പങ്കെടുത്തതിനാണ് കേസുണ്ടായത്. പക്ഷേ ആ കേസിൽ തെളിവില്ല എന്ന തെളിവിൻ്റെ അഭാവത്തിൽ അവരെ വെറുതെ വിട്ടു. ശ്രീനാഥ് ഭാസിയുടെ ഈ ഫോൺ കോളുകളുമായൊക്കെ ബന്ധപ്പെട്ട് പോലീസ് രേഖകൾ പരിശോധിച്ചെങ്കിലും ചില തെളിവുകളൊക്കെ കിട്ടി. പക്ഷേ അവരെ പ്രതി ചേർക്കാനായില്ല. അത് പ്രധാന കാര്യമാണ്. ഷൈൻ ടോം ചാക്കോയുടെ 2015 ജനുവരി 30 സംഭവിച്ച കേസിൽ കഴിഞ്ഞ മാസമാണ് കുറ്റവിമുക്തനാക്കിയത്. നടൻ ഉൾപ്പെടെ കേസിലെ എല്ലാ പ്രതികളെയും എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിടുകയാണ്. ഇതാണൊരു പരിമിതി, ഒരു പ്രശ്നം. ഇങ്ങനെ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളും ഉപയോഗിച്ച് ഇവരിത്തരം കേസുകളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ അവർ അനസ്യൂതം തുടരുകയുമാണ്. ഇല്ല, ജോസ് തോമസ് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ വീട്ടിലിരുന്ന് ഒരു നടൻ അടിക്കുന്നതുകൊണ്ട് നടപടി എടുക്കാൻ അവർക്ക് പറ്റില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ മലയാള സിനിമയിൽ ഇവരൊന്നും പ്രമുഖ താരങ്ങളൊന്നുമല്ല. പക്ഷേ നല്ലതായിട്ട് അഭിനയിക്കുന്ന താരങ്ങളാണ്. അവർക്ക് കിട്ടിയ റോളൊക്കെ അവർ വിജയിപ്പിക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ ഇവർ സ്ഥിരമായി ഈ കൊക്കൈനോ അല്ലെങ്കിൽ MDMA അല്ലെങ്കിൽ ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്നവരാണ്. മലയാള സിനിമയെ അവരുടെ പുറകെ പോകേണ്ട ഒരു ആവശ്യവും ഇല്ല. അതുകൊണ്ട് പ്രൊഡ്യൂസർമാരും മറ്റവരും അവരുടെ സംഘടനകളും ഇവരെ ഒഴിവാക്കി അങ്ങ് വിടുക. കാരണം ഇപ്പം തന്നെ വന്നിരിക്കുന്നത് വളരെ വൈറ്റലായ എവിഡൻസാണ് ഇപ്പം വന്നിരിക്കുന്നത്. കാരണം ഇവിടെ എക്സൈസ് ഇപ്പം അവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഏകദേശം 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ്. കാരണം ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിൽ വരുന്നത് തായ്ലൻഡിലും മലേഷ്യയിൽ നിന്നൊക്കെയാണ് വരുന്നത്. അത് ബാംഗ്ലൂർ വന്നിട്ടാണ്. അവിടെ നിന്നാണ് ഇപ്പം ആ കണ്ണൂരുകാരിയായ ആ സ്ത്രീ തസ്ലിമ സുൽത്താൻ അത് ഇവർക്ക് വിൽക്കാൻ ശ്രമിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെന്നൈയിലും ബാംഗ്ലൂരും ഒക്കെയാണ് അവർ താമസിക്കുന്നത്. പക്ഷേ കേരളത്തിൽ വരുന്നത് മുഴുവൻ അവർ ഇത് വിൽക്കാനാണ്. അവരുടെ നല്ലൊരു ഏജൻ്റാണ് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും. അത് കൃത്യമാണ്. കാരണം അത് ഇപ്പം എക്സൈസ് അത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ അതിൻ്റെ പണം നേരത്തെ വാങ്ങിച്ച് അവർ ആ സാധനം ആൾക്കാർക്ക് അവർ പറയുന്ന സ്ഥലത്ത് അവർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം. പക്ഷെ മുമ്പ് ഒരു പണം കൊടുക്കണം. അത് ട്രാക്ക് ചെയ്തിട്ടുണ്ട് എക്സൈസ്. അതിനകത്ത് ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയാണ് ഈ കൊട്ടേഷൻ അല്ലെങ്കിൽ ഈ സാധനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരുടെ പൈസയും കൊടുത്തിട്ടുണ്ടാവും. അത് 2 കോടി രൂപയുടെ വർത്തുള്ളതാണ്. കാരണം ഇത് വെരി കോസ്റ്റ്ലിയാണ്. ഇത് 100 ഗ്രാമിന് കഞ്ചാവിന് ഏകദേശം 500,000 രൂപ കൊടുത്താൽ ചിലപ്പം കിട്ടിയേക്കും. പക്ഷേ ഇതിന് 10,000 രൂപ കൊടുക്കണം 100 ഗ്രാമിന്. അപ്പോൾ ഇത് വളരെ കോസ്റ്റ്ലിയാണ്. അത് വളരെ രഹസ്യമായിട്ട് ഇവിടെ പലർക്കും കൊടുക്കുന്നതാണ്. ഈ 2 താരങ്ങളാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർക്ക് അത് ഡെലിവറി ചെയ്താൽ മാത്രമേ സാധനമായിട്ട് വന്നപ്പോഴാണ് പിടിക്കുകയും ചെയ്തത്. അപ്പം അവരതിൻ്റെ പണം കൊടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും അതേപ്പറ്റിയുള്ള എവിഡൻസ് എക്സൈസിനെ കിട്ടിയിട്ടുണ്ട്. ഓമനപ്പുഴയിലെ ഒരു റിസോർട്ടിലാണ് ഇവർ രഹസ്യമായിട്ട് വന്നത്. ഇവരും ഭർത്താവും ഇവരുടെ 2 മക്കളും അവർ മണ്ണഞ്ചേരിയിലുള്ള ഡ്രൈവറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് സിനിമാ താരങ്ങളായ ഇവർക്ക് 2 പേർക്കും കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത് ഇവരെ 2 പേരും മലയാള സിനിമയിലെ പ്രൊഡ്യൂസർമാരും മറ്റു ആൾക്കാരും ഡയറക്ടേഴ്സ് ഇവരെ ഒഴിവാക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സംഘടനകൾ അങ്ങനെ ഇവരെ ഉപയോഗിക്കുന്ന ആ പ്രൊഡ്യൂസർമാരും അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടർമാർക്കെതിരായിട്ട് അവരുടെ സംഘടന നടപടിയെടുക്കണം. ഇതൊരു ആൻറ്റി സോഷ്യൽ എലിമെൻ്റാണ് ഇവർ 2 പേരും. സമൂഹത്തിനെ ചീത്തയാക്കുന്നതാണ്. സിനിമാ മേഖലയ്ക്ക് വളരെ മോശമായ ഒരു ഇമേജ് ഉണ്ടാക്കുന്നവരാണ്. അത് തന്നെയല്ല ഇവർ ഡ്രഗ് അഡിക്റ്റ് ആണ്, അതിന് സംശയമൊന്നുമില്ല. നേരത്തെ 2015 ഒരു കേസ് എടുത്തിട്ട് അതിപ്പം വിട്ടുപോയെങ്കിലും ഇപ്പോഴത്തെ കേസിന് അത് കുലുങ്ങും. കാരണം ഇപ്പോഴത്തെ കേസ് അവരാവശ്യപ്പെട്ടിട്ടാണ് ഈ സാധനം കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുള്ള എവിഡൻസുകളെല്ലാം എക്സൈസിന് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അവർ 2 പേരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവർക്ക് ഞാൻ പറയണത് ഇവർക്ക് ഒരു കാപ്പ കേസിനകത്ത് അങ്ങ് പ്രതിയാക്കാം. കാരണം 2 പേരും 2 ഇൻസിഡൻറ്റ് കേസ് വിട്ടുപോയാലും ഇല്ലെങ്കിലും ശരി അവർക്ക് 2 പേർക്കും 2, 3, 4 കേസുകളുണ്ട്. അതുകൊണ്ട് കാപ്പ കേസിനകത്ത് ഇവരെ അങ്ങ് പ്രതിയാക്കി കഴിഞ്ഞാൽ ഇവരങ്ങ് അകത്തോട്ട് പൊക്കോളും. 6 മാസം അവിടെ കിടന്നോളും.
അത് തന്നെയല്ല, ഇവരെ യൂസ് ചെയ്യുന്ന ഡയറക്ടർമാർ, ടെക്നീഷ്യന്മാർ ആരായാലും ശരി, അവരങ്ങടെ പോലീസ് പ്രതിയാക്കേണ്ടി വരും. കാരണം അവർ ഇൻ്റർ കണക്ഷൻ ഉണ്ട്, ഫൈനാൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ, ഷെയ്ഡി ട്രാൻസാക്ഷൻ അവരുമായിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെ വിളിച്ചു വരുത്തുന്നത്? മലയാളത്തിൽ എത്രയോ നായകന്മാരെ നമുക്ക് ലഭിക്കാനുണ്ട്, നല്ല ആർട്ടിസ്റ്റിലെ കിട്ടാനുണ്ട്. ഇവർ ഒരു അനിവാര്യ ഘടകമല്ല മലയാള സിനിമയിൽ. അതുകൊണ്ട് കൃത്യമായ നടപടി ഇവരുടെ വർക്ക് ഇനി ഉണ്ടാകണം. കാരണം ഇപ്പോഴത്തെ കേസോടുകൂടി ഇവർ അങ്ങ് അറസ്റ്റിലാവും. അതോടുകൂടി ഇവർക്ക് കാപ്പ കേസ് ചുമത്തിയാൽ ഇവരങ്ങ് ഒരു 6 മാസം അകത്തോട്ട് പോയി കിടന്നോളും. അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഈ പെപ്ക പോലെയുള്ള സംഘടന അധികം നമുക്ക് അവരെ ഈ കാര്യത്തിൽ നടപടിയെടുക്കാനോ അവരോട് വഴക്ക് പറയാനോ അത് നടപ്പാക്കണമെന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം അവർ പറഞ്ഞ പോലെ ലൊക്കേഷന് വന്നു കഴിഞ്ഞാൽ കാരവനകത്തുണ്ടോ അല്ലെങ്കിൽ ലൊക്കേഷൻ സ്ഥലത്ത് ഇവരിത് ഉപയോഗിക്കുകയോ ഇത് ആരുടെ കയ്യിലെങ്കിലും ഇവർ കൊടുക്കുകയോ കച്ചവടം ചെയ്യുകയോ ചെയ്താൽ തീർച്ചയായിട്ടും നടപടി അവരെടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്ത് പോലീസിനെ വിളിച്ച് കൊണ്ടുവന്ന് നടപടി എടുപ്പിക്കുക എന്നുള്ളതാണ്. കാരണം കാരവനകത്തൊക്കെ ഈ 10-20 നേരത്തെ ബൈജു കൊട്ടാരക്കാരെ 10-20ഓളം കാരവണാണ് ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ വന്ന് കിടക്കുന്നത്. അതിനകത്ത് എന്താ നടക്കണമെന്നൊന്നും നമുക്കറിയത്തില്ല. എല്ലാ സ്ഥലത്തും ചിലപ്പം ഇതൊക്കെ ചെറിയ MDMA ഒക്കെ 1 ഗ്രാം 2 ഗ്രാം അവർ ഉപയോഗിക്കുന്നതാണ്. പലരും ടെക്നീഷ്യന്മാരും പല ആൾക്കാരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഇതിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടി എടുക്കണം. അത് പോലീസ് അങ്ങനെയുള്ള സ്ഥലത്ത് പോയി അല്ലെങ്കിൽ ഈ എക്സൈസ് കൂടെ നടപടി എടുത്ത് ആ ഇൻഫർമേഷൻ അവർക്ക് പാസ് ഓൺ ചെയ്ത് അവർ വന്ന് പിടിച്ചോളും. ഇവർ പെപ്കാരോ അല്ലെങ്കിൽ അതുപോലെ അവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പോലീസിന് ഈ ലൊക്കേഷനുകളിൽ കയറി പരിശോധിക്കുക എന്ന് പറയുന്നതിലും പ്രശ്നമുണ്ടല്ലോ. ഈ വലിയ സൂപ്പർ താരങ്ങളുടെയൊക്കെ ലൊക്കേഷൻ ഉണ്ടാവാം, വലിയ നിർമ്മാതാക്കളുടെ ലൊക്കേഷൻ ഉണ്ടാകാം, വലിയ സംവിധായകരുടെ ലൊക്കേഷൻ ഉണ്ടാകാം. അവിടെയൊക്കെ വളരെ പെട്ടെന്ന് അങ്ങനെ എത്തി പരിശോധിക്കുക എന്നതിൽ പ്രശ്നമുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ജോസ് തോമസ് പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ ലൊക്കേഷനിൽ കയറി പരിശോധിച്ച് 1 ഗ്രാം പോലും കിട്ടിയില്ല. ഷൂട്ടിംഗ് ഒക്കെ മുടങ്ങി നിൽക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായി. അപ്പോൾ അതിന് ഈ പരിമിതികൾ ഒരുപാടുണ്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിനും. അതുണ്ടാവും. പക്ഷേ കിട്ടിയില്ലെന്ന് വിചാരിച്ചാൽ അതൊരു കുറ്റമല്ലല്ലോ. പരിശോധിക്കാൻ അവകാശമുണ്ടല്ലോ. എവിടെയും പോയി പോലീസിന് പരിശോധിക്കാം, കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഉണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ, സോഴ്സ് ഇൻഫർമേഷൻ വെച്ചാണ് അവർ പോകുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസിന് എവിടെയും പോയി പരിശോധിക്കാം. അത് ഇവരെ പെപ്ക പോലെയുള്ള സംഘടനയുടെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സംഘടനയുടെ അവരുടെ റിക്വസ്റ്റിലോ അല്ലെങ്കിൽ അവരുമായിട്ട് ചേർന്ന് പോലീസ് നടത്തുന്നതിന് എന്താ പ്രശ്നം? അപ്പം സിനിമാ ഷൂട്ടിങ്ങിന് തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ പോകണം. കാരണം ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഓരോരുത്തർ ഈ സിനിമാ ഫീൽഡിലോട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് തടസ്സം ഉണ്ടാകരുത്. കാരണം അത് വലിയ പണനഷ്ടം വരും, ഷൂട്ടിങ് നിർത്തിവെക്കേണ്ടി വരും. ഒരു ദിവസം ഷൂട്ടിങ് നോക്കിയാൽ എത്രയോ ലക്ഷം രൂപയാണ് അതൊക്കെ നഷ്ടം. അപ്പോൾ അത് നിർത്താതെ അല്ലെങ്കിൽ ശല്യം ചെയ്യാതെ ഷൂട്ടിങ് മുടങ്ങാതെ ആളെ പതുക്കെ സൂത്രത്തിൽ കൊണ്ടുപോകാൻ പോലീസിനും അറിയാം, എക്സൈസിനും അറിയാം. അത് പെപ്ക പോലുള്ള സംഘടന അതിനുള്ള സഹായം ചെയ്തു കൊടുത്താൽ മാത്രം മതി, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് കണ്ടില്ല അല്ലെങ്കിൽ വേറെ ആളുടെ കാര്യം പരിശോധിച്ചപ്പോൾ അതിനകത്ത് ഉണ്ടെന്നൊരു റിലയബിൾ ഇൻഫർമേഷൻ ഉണ്ട്, അതിനകത്ത് കിട്ടിയില്ലാലും പ്രശ്നമില്ല. അതൊക്കെ വളരെ സൂത്രത്തിൽ പോലീസിന് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ എക്സൈസ് കൈകാര്യം ചെയ്യാറിയാം. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട. എങ്കിലും ഇത് നമുക്ക് സിനിമയിലേക്ക് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സിനിമാ രംഗം വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഓരോ കാണുന്നില്ല, എമ്പുരാനൊക്കെ നമ്മൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പം ഒരു ശാന്തമായ അന്തരീക്ഷം വേണം സിനിമയിൽ. കാരണം അതൊരു വ്യവസായമാണ്, ഇൻഡസ്ട്രിയാണ്. ഒത്തിരി പേര് പണം മുടക്കി നഷ്ടം സഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം ഒത്തിരി പേര് അതുകൊണ്ട് ജീവിക്കുന്നവരാണ്. ടെക്നീഷ്യന്മാർ ധാരാളം പേരുണ്ട്, പണിയില്ല പലർക്കും. അതുകൊണ്ട് കുറച്ചുകൂടെ എല്ലാവരും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് ആലോചിച്ചിട്ട് ഇങ്ങനെയുള്ളവരെ ഒന്ന് പുറത്താക്കാൻ ആ സിനിമാ ഫീൽഡിലും അല്ലെങ്കിൽ ടെക്നീഷ്യൻ ഫീൽഡിലുള്ള സംഘടനകൾ കൂടെ തീരുമാനിച്ചിട്ട് അവരെ പുറത്താക്കണം. ശ്രീ രാഹുൽ ഈശ്വർ ദയവായി തുടരുക. ശ്രീ